വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയുന്നത്. അലീനേനെയും കൊണ്ട് അവർ നേരെ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ അവർ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അവിടെ മീഡിയക്കാരും പത്രക്കാരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അലീനേനെ ജീപ്പിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ അങ്ങ് വളയുകയെ. അപ്പോൾ SI ആണെങ്കിലും അവരെല്ലാം തട്ടി മാറ്റി അലീനേനെ ഒരു വിധത്തിൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് SI ഇങ്ങനെ അലീനയോട് ഇങ്ങനെ ജീപ്പിൽ വെച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. നീ ഏതെങ്കിലും ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടോ, ഭീഷണിപ്പെടുത്തിയോ, ബലം പ്രയോഗിച്ചോ, അതോ അല്ലെങ്കിൽ പണോ സ്വർണ്ണോ തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പലീന ഇല്ല എന്ന് പറയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ബാലചന്ദ്ര മേനോൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ചോദിക്കുന്നത്, ബാലചന്ദ്ര മേനോനുമായിട്ട് നിനക്ക് എന്തെങ്കിലും അവിഹിത ബന്ധം ഉണ്ടോ എന്നാണ് കേട്ടോ. അലീനൻ്റെ മുഖത്ത് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടാണ് കേട്ടോ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ അലീന ഇല്ല എന്നാട്ടോ ഉത്തരം പറയുന്നത്. ബാലചന്ദ്ര മേനോൻ്റെ മകനുമായിട്ട് നിനക്ക് എന്തെങ്കിലും വിധത്തിലുള്ള രഹസ്യ ബന്ധം ഉണ്ടോ എന്നാട്ടോ അടുത്ത ചോദ്യം. അപ്പോഴും അലീന ഇല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിക്കും, അവന് അവൻ്റെ ബന്ധുവായ ഹരിശങ്കറും ചേർന്ന് നിന്നെ മോശമായ പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് ചോദിക്കും. അപ്പോൾ അലീന ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, നീ കള്ളം പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കള്ളം പറയുന്നത് കൊണ്ട് നന്മയാണ് ഉണ്ടാകുന്നതെങ്കിൽ പറയുന്ന അലീന അങ്ങ് പറയൂ കേട്ടോ. അപ്പോൾ SIക്ക് ആണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട്. SI ആണെങ്കിലും അവളെങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. ഇത്രയും ചോദിച്ചു കഴിഞ്ഞ ശേഷം അലീനേനെയും കൊണ്ട് നേരെ ലോക്കപ്പിൻ്റെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത്. ലോക്കപ്പിലായിരുന്നു അതുപോലെ തന്നെ ഹരിയും രോഹിത്തും ബാക്കി രണ്ടുപേരും കൂടെ കേട്ടോ. രോഹിത്തിനൊന്നും നേരെ നിൽക്കാനുള്ള ത്രാണി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ടിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും നല്ല സങ്കടം തോന്നി കേട്ടോ. ഏത് നിമിഷവും ഇങ്ങനെ കുഴഞ്ഞു വീണേക്കുന്ന്, രോഹിത്ത് ഇങ്ങനെ കുഴഞ്ഞു വീണേക്കുന്നൊക്കെ അലീനയ്ക്ക് തോന്നി. അപ്പോൾ അലീന ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ, തൻ്റെ അനുജനാണ്, ഒരേ അമ്മയുടെ ഉദരത്തിൽ പിറന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും, അവൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും ആ ബന്ധം ഇല്ലാതാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് SI ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇവിടെ നോക്കടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തും ഹരിശങ്കറും ഉൾപ്പെടെ 4 പേരും ഇങ്ങനെ ക്ഷീണിച്ച കൺപോളകൾ ഇങ്ങനെ ഉയർത്തി നോക്കൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണ് ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കൂ കേട്ടോ. SI രോഹിത്തിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ SIനോട് രോഹിത്ത് പറയും. SI അത് ചോദിച്ചിട്ട് ഇങ്ങനെ രോഹിത്തിനെയും ഹരിശങ്കറിനെയും മാറി മാറി നോക്കൂ കേട്ടോ. ഉണ്ടാടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തും ഹരിശങ്കറും ഇങ്ങനെ പരസ്പരം നോക്കൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ പറയും, ഞങ്ങൾ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു എന്നിങ്ങനെ പറയൂ കേട്ടോ. രോഹിത്ത് ഇങ്ങനെ ശബ്ദം ദുർബലമായിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഉറച്ച് പറയടാ നായിൻ്റെ മോനെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിൻ്റെ വായിൽ എന്താ പഴമാണോ എന്നൊക്കെ ഇങ്ങനെ SI ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും SI നിലത്താഞ്ഞിങ്ങനെ ചവിട്ടി അലറുകയാണ് കേട്ടോ. അലീനയ്ക്ക് അപ്പോൾ കാര്യം മനസ്സിലായി. പോലീസ് 3-ാം മുറയും 4-ാം മുറയും എല്ലാം പ്രയോഗിച്ച് അവർ മുൻപ് ചെയ്തതും ഇപ്പോൾ ചെയ്തതും എല്ലാം പറയിച്ചിട്ടുണ്ട് എന്ന്. അവരാണെങ്കിലും അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു കഴിയൂ കേട്ടോ, ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തിട്ട് എന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവളെന്ത് ചെയ്യാനായിരുന്നടാ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ റേപ്പ് ചെയ്യാനാണെന്ന് ഹരിശങ്കറാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ആ പദ്ധതി നടക്കാതെ പോയതെന്ന് SI വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന കത്രിക എടുത്ത് വയറ്റിൽ കുത്തി കയറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ പേടിച്ച് സ്ഥലം വിട്ടതാണെന്ന് രോഹിത്ത് പറയേ. അപ്പോൾ രമേശ് നമ്പ്യാരാണെങ്കിലും അലീനയ്ക്ക് ഇങ്ങനെ അഭിമുഖമായിട്ട് തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് ചോദിക്കും, നീ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവന്മാർ നിന്നെ ഉപദ്രവിക്കാനോ ലൈംഗികമായി ചൂഷണം ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് അല്ലേടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുക. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അത് കുറേ മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്, ആ തെറ്റ് ഞാൻ അവരോട് അന്നേ ക്ഷമിച്ചതാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ CA ആണെങ്കിലും അങ്ങ് ദേഷ്യപ്പെടും, നീ ആരാടി ക്ഷമിക്കാൻ, ദൈവത്തിൻ്റെ അവതാരമോ, ഇവർ ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ഇങ്ങനെ ക്ഷമിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, IPC അരച്ചു കലക്കി കുടിച്ചവനാ ഞാൻ, എന്നിട്ടും അങ്ങനെ ഒരു വകുപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയട്ടോ. അന്ന് നീ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ വന്ന് നിന്റെ മൊഴി എടുത്തത് ഞാനാണ്, ഓർക്കുന്നുണ്ടോ നീ എന്നൊക്കെ ഇങ്ങനെ അലീനയോട് ചോദിക്കേ. അലീനയാണെങ്കിലും അപ്പോൾ ഇങ്ങനെ തലയാട്ടു കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അന്ന് അബദ്ധത്തിൽ കത്രിക വയറ്റിൽ കൊണ്ട് കയറിയതാണെന്ന് പറഞ്ഞ് നീ എന്നെ വെറും ഫൂളാക്കി എന്നൊക്കെ പറയൂ കേട്ടോ. അന്ന് എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാനന്ന് കള്ളം പറഞ്ഞത് 2 ചെറുപ്പക്കാരുടെയും ഒരു കുടുംബത്തിൻ്റെയും ഭാവിയും സൽപ്പേരും രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് ഇവന്മാരുടെ ഭാവി രക്ഷപ്പെട്ടോടി കള്ള നായിൻ്റെ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ SI ആണെങ്കിലും ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നിട്ട് ഇവന്മാരുടെ കുടുംബം രക്ഷപ്പെട്ടു
രക്ഷപ്പെട്ടോ? അന്ന് നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കായിരുന്നോ എന്നൊക്കെ അങ്ങ് അലീനയോട് ചോദിക്കും. വേറൊരു പെൺകുട്ടിയുടെ ഭാവി കൂടി നശിച്ചു പോയില്ലടി നീ കാരണം എന്നൊക്കെ പറഞ്ഞങ്ങ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അലീനയോട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എസ് ഐ പറയുന്നത് ഭാഗികമായി ശരിയാണെന്ന്. അലീനയ്ക്ക് അറിയാം മുളയിലെ നുള്ളിയിരുന്നെങ്കിൽ ഇത്രയും ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല എന്നൊക്കെ അവളും അതിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ അതിനെ പ്രേരിപ്പിച്ച സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് എസ് ഐക്ക് അറിയാൻ വയ്യ, അതൊന്നും തനിക്ക് തുറന്ന് പറയാൻ വയ്യല്ലോ എന്നിങ്ങനെ അലീന ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് എസ് ഐ ആണെങ്കിലും പറയാം, നീ പോയി ഇതും ക്ഷമിച്ചു കൊടുക്ക്, ഇവന്മാരുടെ ഭാവി രക്ഷപ്പെടട്ടെ, നിനക്കാണല്ലോ ക്ഷമയുടെ കുത്തക എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ ആണെങ്കിലും അങ്ങ് ദേഷ്യപ്പെടും. അത് കഴിഞ്ഞ് പിന്നീട് രമേശ് നമ്പ്യാരുടെ കോപം കുറച്ചങ്ങ് തണുക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അലീനേനെ വിളിക്കുന്നുണ്ടായിരുന്നു, നീ വാ സമയം വൈകി പോയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ എസ് ഐ അലീനേനെയും കൂട്ടി ഓഫീസ് റൂമിലേക്ക് പോകൂട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയും. അപ്പോൾ ഒരു കസേര ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ അവിടെ ഇരിക്കാൻ പറയും കേട്ടോ അലീനേനോട്. അത് കഴിഞ്ഞ് പിന്നീട് അലീനയോട് പറയുകയാണ്, നീ ഒരു കംപ്ലൈൻറ്റ് തയ്യാറാക്കി തരണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കംപ്ലൈൻറ്റോ അതെന്തിനാ സാറെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഹരിശങ്കറും രോഹിത്തും ചേർന്ന് ഇന്ന ദിവസം മയക്കുമരുന്ന് തന്ന് നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ആത്മഹത്യാ ശ്രമം നടത്തിയാണ് നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇത്രയും കാലം ആരോടും പറയാതെ മറച്ചു വെച്ചത് പ്രതികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണെന്നും പരാതിയിൽ ചേർക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പരാതി തന്നതുകൊണ്ട് എനിക്ക് എന്താ സാർ മെച്ചമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകാനല്ല, ബലാത്സംഗ കേസിൽ പ്രതികളായി ലോക്കപ്പിൽ കിടക്കുന്ന ഹരിശങ്കറും രോഹിത്തും ഇതിനു മുൻപും ഇങ്ങനൊരു റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ അവരുടെ പേരിലുള്ള കേസ് ഒന്നുകൂടി ശക്തമാകും, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എസ് ഐ പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ച പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, സാർ അന്നത്തെ സംഭവവും ഈ കേസും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അവരുടെ പേരിൽ ഒരു കള്ളക്കേസ് കെട്ടിവെക്കാൻ നിന്നെ നിർബന്ധിക്കുകയല്ല, അവർ നിന്നോട് ചെയ്ത കുറ്റകൃത്യത്തെ പറ്റി നീ ഒരു പരാതി തരുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് അലീന എസ് ഐനോട് പറയുന്നുണ്ടായിരുന്നു, അന്ന് ഞാൻ അവർക്കെതിരെ തെളിവ് തരാതിരുന്നതിനും ഇന്ന് പരാതി എഴുതി തരാതിരിക്കുന്നതും എനിക്ക് എൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് സാർ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, അല്ല, അവരിപ്പോൾ ചെയ്തിരിക്കുന്ന തെറ്റിന് അവർക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അതിന് നിന്റെ ഔദാര്യം ഒന്നും വേണ്ട എന്ന് പറയും കേട്ടോ. നിനക്ക് എന്താ അവരോട് ഇത്ര മമത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നിന്റെ ആരാ പ്രതികളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നീ ആ വീട്ടിലെ വെറും ഒരു ജോലിക്കാരി മാത്രമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചവരെ നീ എന്തിനാ അങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഒരു ഓർഫനാണെന്നാണല്ലോ എൻ്റെ അറിവ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അലീന പറയും, അത് ശരിയാണ് സാർ, ഞാൻ അനാഥയാണ്, ജനിച്ച അന്ന് മുതൽ 23 വർഷം അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ബന്ധുക്കളൊന്നും ഇല്ലാത്തവളായിട്ടാണ് ഞാൻ ജീവിച്ചത്. ബാലചന്ദ്രമേനോൻ സാറിൻ്റെ വീട്ടിൽ വന്ന ശേഷം എനിക്കൊരു അച്ഛനെ കിട്ടി, അമ്മയെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ നിൽക്കുള്ളൂ എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. കാരണം ബന്ധുക്കളുടെ വില എത്രയാണെന്ന് ഇപ്പോൾ എനിക്ക് അറിയാമെന്ന് പറയും. അപ്പോൾ എസ് സി ആണെങ്കിൽ അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ, നിർത്തടി എന്ന് പറയും. എന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും സന്ദർഭത്തിനൊപ്പിച്ച് നീ കഥയുണ്ടാക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛനെ പോലെ കരുതുന്നവനുമായിട്ട് അവിഹിതം, ആങ്ങളെ പോലെ കരുതുന്നവൻ ബലാത്സംഗ വീരൻ, കൊള്ളാം നിന്റെ സാങ്കല്പിക കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുക. എന്നിട്ട് പറയും, ഇത്രയും നേരം ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് സംസാരിച്ചത്, നീ ഒരു ഓർഫനാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇനി നീ എൻ്റെ തനി നിറം കാണും, ഇങ്ങനെ കള്ള കഴിവേറിയുടെ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അലീന പറയും, സാറ് ഇതിനകം ഒരു 6 തവണയെങ്കിലും എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞു, ഇതാണ് മര്യാദയെങ്കിൽ സാറിന് ഇനി ഏതറ്റം വരെ വേണമെങ്കിലും പോകാമെന്ന് പറയും കേട്ടോ. അപ്പോഴും അദ്ദേഹം ആണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അലീനയോട്. അലീന എങ്ങനെയൊന്നും പറയുന്നത് അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോടി, ഞാൻ ഒരൊറ്റ വരി എഴുതി ചേർത്താൽ മതി, നീ ആ പെൺവാണിഭ സംഘത്തിലെ 5ാമത്തെ പ്രതിയാണെന്ന് പറയട്ടോ. ലോക്കപ്പിൽ കിടക്കും നീ ഇന്ന് രാത്രി, നാളെ മുതൽ സബ് ജയിലിലും എന്നിങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, സാറിൻ്റെ നീതിബോധം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, സാറിന് എന്നെ ചീത്ത വിളിക്കാം, അടിക്കാം, പക്ഷേ എൻ്റെ മനസാക്ഷിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് പറയട്ടോ. അല്ലെങ്കിൽ എന്നെ കൊല്ലണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ജീവനേക്കാൾ എനിക്ക് വലുത് അഭിമാനമാണെന്ന് സാറിന് ഒരിക്കലെങ്കിലും മനസ്സിലായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രമേശ് നമ്പ്യാരാണെങ്കിലും പകയോടെ ഇങ്ങനെ തറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അലീനേനെ. പിന്നീട് വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് അലീനേനെ ഇങ്ങനെ CIൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വനിതാ പോലീസ് വന്ന് അലീനേനെ കൂട്ടിക്കൊണ്ടുപോയി. ഈ സ്റ്റോറി ഞാൻ പറഞ്ഞിരിക്കുന്നത് നോവലിനെ ബേസ് ചെയ്തിട്ടാണ്. സീരിയലിൽ വരുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്